നമസ്കാരം. ഗാനസദന സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. കുറച്ചൊക്കെ പാടുന്നവർക്കും അല്ലെങ്കിൽ പാട്ട് പഠിക്കാൻ തുടങ്ങുന്നവർക്കും അല്ലെങ്കിൽ പാടാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഉള്ള ചെറിയൊരു പ്രശ്നങ്ങൾ എന്നെ പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട്. സൗണ്ട് കരകര ആകുന്നു, സൗണ്ട് അങ്ങോട്ട് ശരിക്ക് തുറന്ന് പാടാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള കുറച്ച് കംപ്ലൈൻറ്റ്. അപ്പം ഭൂരിഭാഗവും ആൾക്കാരും മ്യൂസിക് പഠിക്കാത്തവരാണ്. കാരണം അവർക്ക് പാടും, അവർ കുഴപ്പമില്ലാതെ പാടുമെന്നാണ് പറയുന്നത്. അപ്പം അവരുടെ ത്രോട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നമുക്കൊന്നും അറിയത്തില്ല. ഞാനത് അവരെ കൊണ്ട് പാടിച്ചൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം ഈ പാടുന്ന ഇപ്പോൾ പാട്ട് പഠിക്കുന്നവർക്കാണല്ലോ അല്ലെങ്കിൽ പാടുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ സാമാന്യം ഇങ്ങനെയുള്ള ആൾക്കാർക്കും ചിലപ്പോൾ ഉണ്ടാകുന്നൊരു വിഷയമായിരിക്കും. കാരണം സൗണ്ട് ഇങ്ങനെ അടച്ചു പോവുക, അല്ലെങ്കിൽ ഒരു പരപരാന്നുള്ളൊരു സൗണ്ട് വരിക, അല്ലെങ്കിൽ റേഞ്ചിൽ പോയി നമ്മുടെ സൗണ്ട് എത്താതിരിക്കുക, ഇങ്ങനെയുള്ള പല വിഷയങ്ങൾ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം എന്ന് നമുക്കൊന്ന് നോക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ സംഗീതം പഠിച്ചിട്ടില്ല, പക്ഷെ പാടാൻ ആഗ്രഹമുണ്ട്. പാടുമ്പം ഇവർക്ക് ഈ ഒരു വിഷയമാണ് വരുന്നത് എങ്കിൽ നമുക്ക് ബേസിക്കായിട്ട് ഒരു ശകലം സംഗീതം പഠിച്ചവർക്ക് ആണെങ്കിൽ ഇത് വളരെ ഉപയോഗപ്പെടും. അല്ലെങ്കിൽ അല്ലാത്തവർക്കും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എങ്കിൽ ഇത് പറ്റുന്നവർക്ക് ഇത് ഫോളോ ചെയ്ത് നോക്കുക. ഫോളോ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ചേഞ്ച് വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വോയിസ് നമുക്ക് ഉപയോഗിക്കാതെ അല്ലെങ്കിൽ വേറെ ഒന്നിനും ഉപയോഗിക്കാതിരിക്കുമ്പം അതൊരു പ്രത്യേക ലെവലിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ നമ്മളൊരു പാട്ട് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രസംഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ സൗണ്ട് കൊണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ, നമ്മുടെ സൗണ്ട് ഉപയോഗിക്കുമ്പോൾ അത് പല പല റേഞ്ചുകളിൽ വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സൗണ്ട് ചിലപ്പോൾ ഒരു അടപ്പ് വരും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പരപരാന്നുള്ള സൗണ്ട് ഒരവസ്ഥ വരും. അങ്ങനെ അത് സ്വാഭാവികമാണ്. അപ്പം അങ്ങനെ വരാതിരിക്കണമെങ്കിൽ അതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ സൗണ്ടിനെ ഒന്ന് എക്സസൈസ് ചെയ്യിപ്പിച്ച്, അല്ലെങ്കിൽ നമ്മളിപ്പം എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ തുടങ്ങുന്ന മുമ്പ് നമ്മളൊരു അഡ്വാൻസ് മേക്കപ്പ് ചെയ്യുമല്ലോ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒന്ന് ശരിയാക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം, നമുക്ക് സംഗീതത്തിൽ കൂടി നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. സംഗീതം പഠിക്കുന്നവർക്കാണെങ്കിൽ ഇത് വളരെ ഉപയോഗപ്രദമാണ്. അല്ലാത്തവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം നിങ്ങൾ ഇങ്ങനെ ഏതൊരു ശ്രുതി ഇടാൻ ശ്രമിക്കുക. അത് കുറഞ്ഞ ശ്രുതി ഇട്ടാൽ മതി. കാരണം ഇങ്ങനെ നമ്മളിപ്പോൾ ആദ്യം പാടാൻ തുടങ്ങുമ്പോഴേ നമ്മൾ സ്കെയില് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സൗണ്ട് പെട്ടെന്ന് അടയും. സൗണ്ട് കുറച്ചിടുക. അപ്പം സ്കെയിൽ നമുക്ക് ഒരു 6 ഇടുക, അല്ലെങ്കിൽ 8 ഇടുക. സ എന്ന് പാടാൻ അല്ലെങ്കിൽ സംഗീതം പഠിക്കാത്തവർക്കാണെങ്കിൽ വേണ്ട, പോട്ടെ. ഇങ്ങനെ മാത്രം ചെയ്താൽ മതി. ഈ സൗണ്ടും നമ്മുടെ സൗണ്ട് ഒരുപോലെ ആക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അത് കഴിഞ്ഞ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചലിപ്പിച്ച് നോക്കുക. നമ്മളിപ്പം മലയാളത്തിനെ ബേസ് ചെയ്താണ് നമ്മളിപ്പം ഇത് ക്ലാസ് എടുക്കുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ കുറച്ച് നേരം നിങ്ങൾ ഈ ഒരു ലെവലിൽ തന്നെ നിങ്ങളുടെ സൗണ്ടിനെ നിങ്ങൾ കൊണ്ടുപോവുക. മാക്സിമം നമുക്ക് എന്ത് ചെയ്യാനും പിടിച്ചു നിൽക്കാൻ പറ്റുന്നു അത്രയും നോക്കുക. അപ്പോൾ നമുക്ക് ബ്രീത്തിങ് കപ്പാസിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമുക്ക്
അപ്പോൾ സംഗീതം പഠിക്കാത്തവരെ സംബന്ധിച്ചാണെങ്കിൽ അവർ ഈ ഒരു സൗണ്ട് വരുത്തിയാൽ മാത്രം മതി. ഈ ഒരു സൗണ്ട്, അല്ലാണ്ട് അതിൻ്റെ പിന്നിലെ സ്വരങ്ങൾ ഏതാണെന്നോ എന്നും അവരൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ ഒരു സൗണ്ട് വരുത്താൻ നോക്കുക. ശ്രദ്ധിക്കണം. അപ്പം നിങ്ങളൊരു കീബോർഡോ അല്ലെങ്കിൽ ഒരു ഹാർമോണിയോ എടുത്തിട്ട് അതിനോടുകൂടി ഇതുപോലെ ഈ സൗണ്ട് നിങ്ങൾ മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്. സംഗീതം പഠിക്കാത്തവരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കീബോർഡോ ഹാർമോണിയോ വീട്ടിലുണ്ടായിരിക്കണം എന്നില്ല. ഇല്ലാത്തതുകൊണ്ട് ഈ വീഡിയോ കാണുമ്പം ഇതിൻ്റെ ഒപ്പം നിങ്ങൾ ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം നിങ്ങൾ എൻ്റെ സൗണ്ടിൻ്റെ ഒപ്പം നിങ്ങൾ പാടിയാലും മതി കേട്ടോ. ശ്രുതി കുറച്ചായിട്ടിരിക്കുന്നത്. പിന്നെ ഇത് തന്നെ നോക്കുക. ഒരു സ്വരത്തിന് കൂടുതൽ ദൈർഘ്യം കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വോയിസ് സ്ലിപ്പാകുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ആ സ്ലിപ്പാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ കറക്റ്റാക്കാൻ ഉള്ള ടൈം നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ അപ്പോൾ നിങ്ങളുടെ വോയിസ് സ്ലിപ്പാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പേടിക്കണ്ട. സ്ലിപ്പാകുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആക്കണം. അത് കഴിഞ്ഞ് ഫ്രീ ആയിട്ട് അവിടം വരെ നോക്കുക. ചുമ്മാ നോക്കിയേ. സൗണ്ടിങ്ങനെ നിർത്തുക. പാടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പതുക്കെ റെസ്റ്റ് ചെയ്ത് പാടിയാൽ മതി. കാരണം സൗണ്ടിനെ കൂടുതൽ സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കരുത്. സൗണ്ടിനെ നമ്മൾ കണ്ടവാൻ പുഷ് ചെയ്ത് സൗണ്ട് വിടരുത്. ഇത് കഴിഞ്ഞിട്ട് ടോപ്പിൽ നിന്ന് തന്നെ തിരിച്ച് വരേണ്ട കാര്യമില്ല. ഇങ്ങനെ വന്ന് ഇവിടം വരെ വന്നു കഴിഞ്ഞ് അപ്പോൾ പെട്ടെന്ന് നമ്മളെ സൗണ്ട് മേൽസ്ഥായിലേക്ക് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കറക്റ്റ് ആക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ സൗണ്ട് അവിടെ വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചു. നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. പെട്ടെന്ന് ഷഡ്ജത്തിലേക്ക് വരിക, താഴോട്ട് വരിക. അപ്പോൾ നിങ്ങൾ ആ സ്ഥായി നിങ്ങൾക്ക് കറക്റ്റായി. അപ്പോൾ നിങ്ങളുടെ സൗണ്ട് ലെവലായി. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ അങ്ങനെ ഒരു പേടി നിങ്ങൾക്ക് വേണ്ട. കാരണം നിങ്ങളുടെ സൗണ്ട് ചേഞ്ച് ആവുന്നുണ്ടോ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യണം. ഇത് കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ സൗണ്ട് തെളിഞ്ഞു വരും.
തെളിഞ്ഞ് വരും. പിന്നെ സൗണ്ട് സ്കിപ്പ് ചെയ്യാതെ കറക്റ്റായിട്ട് ലെവലായിട്ട് ഇരിക്കും. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് പാടാൻ ആഗ്രഹമുള്ളവരും അല്ലെങ്കിൽ പാട്ടുകാരൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ പാടാൻ ചെറുതായിട്ട് പാടാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരു കീബോർഡോ അല്ലെങ്കിൽ ഒരു ഹാർമോണിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നോക്കി അതിൻ്റെ സഹായത്താലൊക്കെ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നിങ്ങളിത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഇത് ചെയ്യുക. നിങ്ങൾ പാടുന്ന ഒരു ശീലം പാടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ കൂടുതൽ സമയം ആ ഒരു എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൗണ്ടും നല്ലതാവും. പിന്നെ നിങ്ങൾക്ക് ബ്രീത്തിങ് കപ്പാസിറ്റി കിട്ടും. ഇങ്ങനെ പല ഗുണങ്ങളും നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇങ്ങനെ നമ്മൾ എന്താ വെച്ചാൽ കുട്ടികളായിരുന്നപ്പോഴത്തേക്കും വണ്ടി ഓടിക്കുന്ന പോലെ. പക്ഷെ അന്ന് കുട്ടികൾ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അങ്ങനെ ഓടിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ലായിരുന്നു അതിൻ്റെ ആ ഗുണം എന്നാന്ന് നമുക്ക് അറിയുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ ഗുണം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടെക്നിക്കൽ നമ്മൾ അത് ഇപ്പോൾ ഒരു സമയങ്ങളെടുത്തൊന്നും നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നിങ്ങൾ ഇങ്ങനെ കുറച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പാടാനുള്ള ആ ചെറിയ ചെറിയ കഴിവുകൾ നിങ്ങൾക്ക് കൂടുതൽ കിട്ടി വരും. കഴിഞ്ഞ് സരേ ഗമ പധ നീ സ നീ ദ പ മഗരേ സ. നമ്മുടെ ചിന്താഗതി വേറെ ഉണ്ടായിരിക്കണം. ഇത് നിങ്ങൾക്ക് ഒരു കഴിവുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഡെവലപ്പ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പാട്ട് കേട്ടുകഴിഞ്ഞാൽ പാടി ആസ്വദിക്കാനുള്ള ഒരു ആവശ്യത്തിനാണെന്നുള്ള ഒരു ചിന്താഗതി നിങ്ങളിലുണ്ടായിരിക്കണം. അല്ലാണ്ട് നമ്മൾ പാടി ഭയങ്കര ഒരു സദസ്സിനെ നമ്മൾ കയ്യിലെടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ അങ്ങനെയുള്ളൊരു ചിന്താഗതിയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ വഴിയെ വരുന്ന സംഭവങ്ങളാണ്. ഇപ്പം നിങ്ങൾക്കൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാടണം, നമുക്കൊന്ന് പാടി ആസ്വദിക്കണം എന്ന് ഒരു മൈൻഡ് നമ്മൾ മാത്രം ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ സൗണ്ടും ഓക്കെ ആവും. നിങ്ങൾക്ക് ചെറുതായിട്ട് പാടാനുള്ള കഴിവ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പം ഈ രീതിയിൽ നിങ്ങൾ പിന്നെ അതുപോലെ നമ്മുടെ ഭക്ഷണ രീതികൾ, നമ്മൾ കുടിക്കുന്ന വെള്ളം അല്ലെങ്കിൽ ഐസ്ക്രീം, ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ, ഇതൊക്കെ കുറച്ചൊക്കെ നമ്മുടെ ശരീരത്തിനും ദോഷകരമല്ലാത്ത രീതിയിലുള്ള ഫുഡ് നമ്മൾ മേക്കപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടലി വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഒരു പുതിയ ഭാഗം അല്ലെങ്കിൽ ഒരു പുതിയ അധ്യായം അല്ലെങ്കിൽ പുതിയ ഒരു വിഷയം നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് അതിനുള്ള കഴിവ് നിങ്ങൾക്ക് കൈവരും. അപ്പം വീണ്ടും നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ എല്ലാവരും ഇത് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.